ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞങ്ങളെല്ലാവരും പാടെ പൊന്നാനിയിലെ കർമ്മ റോട്ടിക്കൊന്ന് ഇറങ്ങിയതാട്ടോ. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് കർമ്മ റോഡ് അടിപൊളിയാണെന്ന്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് പോയോക്കാട്ടോ. പൊന്നാനി പോയി എല്ലാവരും ചോദിക്കണം കർമ്മ റോട്ടിക്കൊക്കെ പോയോന്ന്. അതെന്താ സംഭവം എനിക്ക് ഇത്രയും കാലം അറിയില്ലായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു നമുക്ക് ഇന്ന് കർമ്മ റോട്ടിക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോകുന്നതാണ്. അവിടെ കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടത് ഇതാണ്. ഇതൊന്ന് നോക്കിയതിൽ എന്തൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തൊള്ളിയിൽ നിന്ന് വെള്ളമൊക്കെ വരട്ടോ. എല്ലാ സാധനങ്ങളും ഉപ്പിലും മുളകിലും ഇട്ട് വെച്ച സാധനങ്ങളാണ് ഈ കാണുന്നത്. ഷാജുവിന് ഇതൊക്കെ പാടെയാണ് കണ്ടപ്പോൾ വായിൽ കപ്പലാണ് ഓടിക്കണം. അമ്മാരി സാധനങ്ങളല്ലേ മുമ്പിൽ ഈ കാണുന്നതൊക്കെ. ഞാൻ അതിന് ആകെ എടുത്ത ഈ ഒരു സാധനം കേട്ടോ. ഇതിന് കമ്പം ചോളം എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താന്ന് പറയാന്നൊന്ന് കമന്റ് അടിക്കിട്ടോ. ഇഞ്ചത്തുനിന്ന് അത് നേരെ എന്നിട്ട് വാങ്ങിക്കാണ്ട് ജസ്റ്റ് തിന്നിക്കണം. ഞാൻ പിന്നെ ഇങ്ങനത്തെ സംഭവം വല്ലാതെ അങ്ങോട്ട് തിന്നലില്ല. എന്താണെന്നറിയില്ല. പണ്ടൊക്കെ നല്ലോണം തിന്നിരുന്നു. ഇപ്പൊ പ്രായമായോണ്ടാ തോന്നുന്നു ഇതൊന്നും തിന്നിട്ട് അങ്ങോട്ട് പോണില്ല. അവിടുത്തെ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ അടുത്ത ഷോപ്പൊക്കെ എത്തി. ഇവിടുന്ന് ഇനി നമുക്ക് ഒരു കുൽക്കി സർവത്താണ് കുടിച്ച. അതാണ് ഞമ്മക്ക് പറ്റിയത്. ലാമിക്കാണെങ്കിൽ ഇപ്പൊ അത് തിന്നും വേണം, അത് വീഡിയോ എടുക്കും വേണം, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കണം. എവിടുക്കപ്പൊ ഇതൊക്കെ പോണം. ഇവരെ പള്ളിയിൽ എന്താ അജ്മീർ ജംബോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറെ നടക്കുന്ന ഭാഗത്തൊക്കെ ഷോപ്പുകളാണ്. ഇത് കാണുമ്പോൾ എനിക്ക് പൂരത്തിനൊക്കെ പോയൊരു ഫീൽ ഓർമ്മ തന്നെ. ഇരുണ്ടോ അങ്ങനെ ഞങ്ങൾ അടുത്തൊരു ഷോപ്പ് കയറി. ഇതാണ് മക്കളെ ഷോപ്പ്. എന്താ ചെക്കന്മാര് വൈബ്. രണ്ട് ചെറിയ ചെക്കന്മാര് കളിച്ചിനെ കളിയൊക്കെ. ഈ ഷോപ്പത്ത് എല്ലാവരും നല്ല വൈബില്ല ചെക്കന്മാര്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് പൊന്നാനിത്തെ മുട്ടപ്പത്തിരിയും ബീഫും തിന്നാനാട്ടോ. എല്ലാവരും പൊന്നാനിയിൽ വന്ന മുട്ടപ്പത്തിരിയും ബീഫും തിന്നണം പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. നമുക്ക് എന്തായാലും ഒന്ന് തിന്നോക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. മുട്ടപ്പത്തിരിയും ബീഫും മാത്രമല്ല അതിൻ്റെ കൂടെ പഴംപൊരിയും വാങ്ങി. ഇതാണ് അപ്പം മുട്ടപ്പത്തിരിയും ബീഫും പറയുന്ന സാധനം അല്ലേ. നമുക്ക് എന്തായാലും ഇത് തിന്നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ. അങ്ങനെ നമ്മൾ മുട്ടപ്പത്തിരിയും ബീഫും തിന്നു. വലിയൊരു കുഴപ്പമില്ല, എന്നാലും വലിയൊരു രസമായിട്ട് എനിക്കും ആശിക്കും തോന്നിയില്ല. ഷാജുവിന് നല്ലോണം പറ്റിയിരുന്നു. ഷാജു പിന്നെ എന്ത് കിട്ടിയാലും അത് തിന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, ടാറ്റാ.